ഋഷിക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഈ തക്കത്തിനൊരു ഫ്രൂട്ട് സലാഡ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലെ മഞ്ഞയും വെള്ളയും എല്ലാം ഇങ്ങനെ വേർപ്പെടുത്തി എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളയുടെ ആവശ്യമില്ല കേട്ടോ. അത് ഞാൻ പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് അങ്ങ് എടുത്തു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി അങ്ങ് എടുക്കണം. അടിപൊളിയായിട്ട് അങ്ങ് കുറുകി കിട്ടണം കേട്ടോ. ആ സമയത്ത് ഞാൻ ഒരു പുസ്തകവും കൂടെ വായിക്കുന്നുണ്ട്. പൂച്ചപ്പുരാണമാണ് ഈ വായിക്കുന്നത്. നല്ല രസമാണ് ഇത് വായിക്കാൻ വേണ്ടിയിട്ടോ. ഏകദേശം കുറുകിതാ ഈ പരിവായിട്ടുണ്ട്. സ്പൂൺ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു വരയൊക്കെ വീഴണം. അപ്പോഴത്തേക്കും ഋഷിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അലൂമിനിയം ഫോയിൽ കൊണ്ടൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ഫ്രിഡ്ജിലോട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേന് കുറച്ച് ആപ്പിളും മാതളപ്പഴവും കുറച്ച് അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു. അതും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചീക്കുട്ടിക്ക് എന്തായാലും ഈ ഫ്രൂട്ട് സലാഡ് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ല. വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബേബി.